എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയിൽ നിന്നും പൗലോസിൻ്റെ ഗുരുവായ ഗമാലിയേൽ പറഞ്ഞ ഒരു കാര്യമാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. പൗലോസിൻ്റെ ലേഖനങ്ങൾ വായിക്കുമ്പോൾ പൗലോസിന് ആ ദൈവശാസ്ത്രത്തിലുള്ള അഗാധമായ പാണ്ഡിത്യം, ന്യായപ്രമാണത്തിലുള്ള ആ ഡീപ്പായിട്ടുള്ള അറിവ് നമുക്ക് പ്രത്യേകിച്ച് റോമാലേഖനം വായിക്കുമ്പോൾ നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കും. അപ്പം അതുകൊണ്ട് തന്നെ പൗലോസിൻ്റെ ഗുരു അതിന് വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്, പൗലോസിന് ഈ ന്യായപ്രമാണത്തെക്കുറിച്ചുള്ള ആ അറിവ് ലഭിക്കുന്നതിന്. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ പൗലോസ് വളരെ തീക്ഷ്ണതയോടെ ക്രിസ്തു മാർഗത്തിനെതിരായി പ്രവർത്തിക്കാൻ കാരണം. അത്രയും ഡീപ്പായിട്ടുള്ള നോളജ്, അത് സത്യമാണെന്ന് പൗലോസ് വിശ്വസിച്ചിരുന്നു. പക്ഷെ അത് സത്യമാണ്, പക്ഷെ ക്രിസ്തുവിൻ്റെ വെളിപ്പാട് പൗലോസിന് ലഭിച്ചിട്ടില്ല. ക്രിസ്തുവിൻ്റെ വെളിപ്പാട് ലഭിച്ചപ്പോഴാണ് പൗലോസിന് മനസ്സിലായത് ക്രിസ്തുവാണ് ന്യായപ്രമാണത്തിൻ്റെ പൂർത്തീകരണം. ആ മർമ്മം വെളിപ്പെട്ടില്ല. ന്യായപ്രമാണം സത്യം തന്നെയാണ്, ഉള്ളത് തന്നെയാണ്. പക്ഷെ ക്രിസ്തു എന്ന മർമ്മം വെളിപ്പെടുന്നോടം വരെ പൗലോസ് വിശ്വസിച്ചിരുന്നത് ആ ന്യായപ്രമാണമാണ് ശരിയെന്നാണ്. അതുകൊണ്ടാണ് അതിനെ തീക്ഷ്ണതയോടെ അതിനുവേണ്ടി ഫൈറ്റ് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് തന്നെ പൗലോസിന്റെ ഗുരുവായ ഗമാലിയേൽ അതിന് വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. ഗമാലിയേൽ നൽകുന്ന പാഠം എന്താണ്? അപ്പോസ്തല പ്രവൃത്തിയിലാണ് ഗമാലിയേലിനെ കുറിച്ച് വിവരിച്ചിരിക്കുന്നത്. അതിനകത്ത് 5:34 അപ്പോൾ സർവ്വജനത്തിനും ബഹുമാനമുള്ള ധർമ്മോപദേഷ്ടാവായ ഗമാലിയേൽ എന്നൊരു പരീശൻ ന്യായാധിപ സംഘത്തിൽ എഴുന്നേറ്റു അവരെ കുറെ നേരം പുറത്താക്കുവാൻ കൽപ്പിച്ചു. പിന്നെ അവൻ അവരോട്, ഇസ്രായേൽ പുരുഷന്മാരെ, ഈ മനുഷ്യരുടെ കാര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് സൂക്ഷിച്ചുകൊള്ളു. അപ്പം ഇതിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് അപ്പോസ്തല പ്രവൃത്തിയിൽ അപ്പോസ്തലന്മാർക്കെതിരെ വലിയ പീഡകൾ നടന്നുകൊണ്ടിരിക്കുക, വലിയ ഉപദ്രവങ്ങൾ. ഇവർ പറയുന്നത് സത്യമാണോ, യേശു ഉയർത്തെഴുന്നേറ്റോ, ശരിയാണോ, കള്ളന്മാരാണ് എന്നൊക്കെ പറഞ്ഞ് അപ്പോസ്തലന്മാർക്കെതിരെ വലിയൊരു പീഡ നടക്കുക. അപ്പൊ ആ ഒരു സമയത്ത് ഇവരെ ന്യായാധിപ സംഘത്തിൽ കൊണ്ടുവന്നപ്പം അവിടെ പരീശനായ ധർമ്മോപദേഷ്ടാവായ ഗമാലിയേൽ, അതായത് പൗലോസിന്റെ ഗുരു, എല്ലാവർക്കും ബഹുമാന്യനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും റെസ്പെക്ട് ചെയ്യുന്ന വളരെ റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. സമൂഹത്തിൽ പറയുകയാണെങ്കിൽ വിലയും നിലയും പദവിയും ഒക്കെ ഉള്ള ഒരു വ്യക്തി, എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു വ്യക്തി. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാകാം ആ വ്യക്തി അത്രയ്ക്കും ക്ലിയർ ആയിരിക്കണം, ആൾക്കാരെ അംഗീകരിക്കണമെങ്കിൽ. ഇവിടെ ഗമാലിയേൽ ഈ ഒരു പോയിന്റിൽ ശരിക്കും ഒരു ദൈവശാസ്ത്രപരമായ ഒരു കാര്യം തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതായത് റോമാലേഖനത്തിൽ നമ്മൾ വചനം പഠിക്കുമ്പോൾ ദൈവശാസ്ത്രം നമുക്ക് വെളിപ്പെടുന്ന പോലെ ഈ ഒരു ഭാഗത്ത് ഗമാലിയേൽ ഒരു ദൈവശാസ്ത്രം പറയുന്നുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. ദൈവശാസ്ത്രമൊന്നുമല്ല, പക്ഷെ ദൈവശാസ്ത്രം പോലെ പൗലോസിന്റെ ആ പഠിപ്പിക്കൽ പോലെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് അതുപോലെ വ്യക്തമാവും, ഒരു ദൈവശാസ്ത്രം പോലെ നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഗമാലിയേൽ എന്താണ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നാളുകൾക്ക് മുമ്പേ തദാസ് എന്നവൻ എഴുന്നേറ്റ് താൻ മഹാൻ എന്ന് നടിച്ചു. ഏകദേശം 400 പുരുഷന്മാർ അവനോട് ചേർന്നുകൂടി. എങ്കിലും അവൻ നശിക്കുകയും അവനെ അനുസരിച്ചവരെല്ലാവരും ചിന്നി ഒന്നുമില്ലാതാകുകയും ചെയ്തു. അവന്റെ ശേഷം ഗലീലക്കാരനായി യൂദ ചാർത്തലിന്റെ കാലത്ത് എഴുന്നേറ്റ് ജനത്തെ തന്റെ പക്ഷം ചേരുവാൻ വശീകരിച്ചു. അവനും നശിച്ചു, അവനെ അനുസരിച്ചവർ ഒക്കെയും ചിതറിപ്പോയി. ആകയാൽ ഈ മനുഷ്യരെ വിട്ട് ഒഴിഞ്ഞുകൊള്ളുവിൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ ആലോചനയോ പ്രവൃത്തിയോ മാനുഷം എന്ന് വരികിൽ അത് നശിച്ചു പോകും. അപ്പൊ ഇവിടെ വ്യക്തമായിട്ട് പറയുന്നത്, ഇപ്പോഴത്തെ കാലത്ത് പലരും യേശുക്രിസ്തുവിന്റെ നാമം എടുത്തു വരുന്ന പോലെ ഒരുപാട് സഭകളൊക്കെ, ചെറിയ ചെറിയ ചിന്ന ചിന്ന സഭകളൊക്കെ തുടങ്ങുന്ന പോലെ അന്നും എന്തായാലും ഒരു കൂട്ടം ക്രിസ്തുവിന്റെ മാർഗമെന്നും പറഞ്ഞ് തുടങ്ങുകയും കൂടിച്ചേരുകയും ഒക്കെ ചെയ്തു. അപ്പൊ ആ ഒരു സമയത്ത് ഇവിടെ ഗമാലിയേൽ പറയാണ്, പുള്ളി വ്യക്തമായിട്ട് നിരീക്ഷിച്ചു ആ കാര്യം. അതാണ് നമുക്ക് വ്യക്തമാകുന്നത്. ഗമാലിയേൽ ശരിക്കും അവരെ നിരീക്ഷിച്ചു പുള്ളി.
അവർ നിരീക്ഷിച്ചപ്പോൾ ഗമാലിയലിന് ഒരു കാര്യം മനസ്സിലായി. ഇവര് ശരിക്കും ദൈവത്തിന്റെ ആൾക്കാരല്ല. കാരണം അവരെ അനുസരിച്ചവരെല്ലാം തകർന്നുപോയി, ചെതറിപ്പോയി. അവര് ചിന്നിച്ചിതറി. അവര് എന്നുവെച്ചാൽ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് നശിച്ചുപോയി. അവര് ചെതറിപ്പോയി. അവര് കൂടിച്ചേർന്ന് കുറെ നാൾ എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു. കുറെ നാൾ ഒരുമിച്ച് എന്ത് ചെയ്തു? ആരാധന കഴിച്ചു. പക്ഷെ കുറെ നാൾ കഴിഞ്ഞപ്പോൾ അവരെന്ത് ചെയ്തു? തകർന്നുപോയി. പലരും പല വഴിക്ക് പോയി. അപ്പൊ അതിൽ നിന്ന് ഗമാലിയൽ മനസ്സിലാക്കുന്നത് ഇത് ദൈവികമല്ല എന്ന് പറയുന്നതാണ്. ദൈവികമല്ലാത്തൊരു കാര്യത്തെ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം. അപ്പൊ നമ്മള് ചിന്തിക്കുമായിരിക്കും, ഇപ്പൊ ഭൂമിയിൽ ഒരുപാട് ഓർഗനൈസേഷൻസ് ഉണ്ടല്ലോ, ഒരുപാട് നാള് നിൽക്കുന്നുണ്ട്. അതൊന്നും മിഷണറീസ് ക്രിയേറ്റ് ചെയ്തതല്ലല്ലോ, അല്ലാത്ത ഒരുപാടുണ്ട്. അതിനെക്കുറിച്ചല്ല പറയുന്നത്. ദൈവീകം എന്ന് പറഞ്ഞ് പേരിൽ ബിസിനസ് ചെയ്യുന്നവരുണ്ട്. ബിസിനസ് അതൊരു വേറൊരു വഴിയാണ്. അവര് ബിസിനസ് ചെയ്യും, കച്ചവടം ചെയ്യും. അത് ചിലപ്പോൾ നിലനിൽക്കുമായിരിക്കും. കച്ചവട തന്ത്രം പ്രയോഗിച്ച് അത് നിലനിർത്തിക്കൊണ്ടുപോകും. പക്ഷെ ദൈവീകമാണ് എന്ന് പറഞ്ഞ് താൻ മഹാൻ എന്ന് നടിച്ചു എന്ന് പറയുന്നത്, ഇത് അധിക നാള് ഇങ്ങനെയുള്ള കാര്യത്തിനൊന്നും ആയുസ് ഉണ്ടാകത്തില്ല. നിങ്ങൾ വ്യക്തമായിട്ട് നിരീക്ഷിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ അവരുടെ മരണശേഷം എന്ത് ചെയ്യും? വെളിപ്പെട്ടു. അനേകരെ കുറിച്ച് അങ്ങനെ വെളിപ്പെട്ടിട്ടുണ്ട്. അനേകം മഹാമാരെ കുറിച്ച് മരണശേഷമാണ് അവരെന്ത് ചെയ്ത്, അവര് ചെയ്ത ആ ക്രൂരതകളൊക്കെ വെളി വന്നത്. ഉദാഹരണത്തിന് റഷ്യയിൽ ഒരു നേതാവ് ഉണ്ടായിരുന്നു, സ്റ്റാലിൻ. അപ്പൊ പുള്ളിയുടെ പ്രതിമയൊക്കെ സ്ഥാപിച്ചു മഹാനാന്ന് പറഞ്ഞ്. പക്ഷെ റഷ്യയിൽ ഇപ്പൊ കമ്മ്യൂണിസം ഇല്ല, അത് തകർന്നുപോയി. കാരണം മരണശേഷമാണ് ഇവര് ശരിക്കും സ്റ്റാലിൻ ചെയ്ത പല കാര്യങ്ങളും വെളി വന്നത്. അപ്പൊ അവര് വിചാരിച്ചു ഇത്രയും ക്രൂരനായ വ്യക്തിയുടെ, ഇത്രയും മോശം പ്രവൃത്തികൾ ചെയ്ത വ്യക്തിയുടെ പ്രതിമ വെച്ചിട്ടാണ് അവര് മഹാൻ എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ ലോകത്തില് ആരെല്ലാം മഹാൻ എന്ന് നടിച്ച് ഞാൻ വലിയൊരു സംഭവമാണെന്ന് പറഞ്ഞ് പലരെയും കൂടെ കൂട്ടി എന്തെല്ലാം ചെയ്തോ. ഓഷോ രജനീഷിനെ കുറിച്ച് നമുക്കറിയാം. എല്ലാവർക്കും അറിയാമെന്നറിയില്ല. ഓഷോ രജനീഷ് ഭയങ്കര ഒരു ഹൈന്ദവ ആചാര്യനായിരുന്നു. പുള്ളി അനേകരെ കൂട്ടി അമേരിക്കയിലൊക്കെ സ്ഥലങ്ങളൊക്കെ മേടിച്ച് വളരെ സമ്പന്നതയിൽ കഴിഞ്ഞു. പക്ഷെ അവസാനം പുള്ളി അറസ്റ്റ് ചെയ്തു. പുള്ളിയുടെ ആശ്രമത്തിലുള്ള പല വൃത്തികേടുകളും വെളിപ്പെട്ടു വന്നു. അങ്ങനെ പുള്ളി എന്ത് ചെയ്തു? ഇല്ലാതായി തീർന്നു. അവരെല്ലാം ചിന്നിച്ചെതറി. ഇപ്പൊ ചില സ്ഥാപനങ്ങളൊക്കെ ഓഷോ എന്ന പേരിൽ ലോകത്ത് പല സ്ഥലത്തും ഉണ്ട്. അപ്പൊ ഇങ്ങനെയാണ് ഗമാലിയൽ ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാക്കുന്ന, ഗമാലിയൽ നൽകുന്ന പാഠം ഇതാണ്. താൻ മഹാനാണ്, അല്ലെങ്കിൽ ഞാൻ വിശുദ്ധനാണ്, ഞാനൊരു പ്രവാചകനാണെന്നൊക്കെ പറഞ്ഞ് ഫേക്കായിട്ട് എന്തെല്ലാം തുടങ്ങിയാലും അതിന് ആയുസ് വളരെ കുറവാണ്. ഒരു ചിലപ്പോൾ അവരുടെ ജീവകാലത്ത് അവർ ചെയ്തേക്കാം, പക്ഷെ മരണശേഷം എങ്കിലും അത് വെളിപ്പെട്ട് വരും ഇവർ ചെയ്ത എല്ലാ കാര്യവും. അതാണ് വാസ്തവം, അതാണ് സത്യം. അപ്പൊ അതുകൊണ്ട് ഗമാലിയൽ താഴെ നോക്കുമ്പോ പുള്ളി പറയാണ്, ഈ ആലോചന പ്രവൃത്തിയെ മാനുഷ്യം എന്ന് വരികിൽ അത് നശിച്ചു പോകും. ദൈവികമെങ്കിലോ നിങ്ങൾക്കത് നശിപ്പിക്കുവാൻ കഴിയുകയില്ല. നിങ്ങൾ ദൈവത്തോട് പോരാടുന്നു എന്ന് വരരുതല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഇത് ഗമാലിയൽ പറയുന്ന വ്യക്തമായ കാര്യമാണ്. ഇത് ദൈവം സ്ഥാപിച്ചതാണെങ്കിൽ, അതായത് ഈ അപ്പോസ്തലന്മാർ, പത്രോസും സ്തെഫാനോസും എല്ലാം ഉൾപ്പെടുന്ന ഈ അപ്പോസ്തലന്മാർ ചെയ്യുന്ന കാര്യം ദൈവികമാണെങ്കിൽ അതെന്ത് ചെയ്തില്ല? തകരത്തില്ല. അപ്പോ അതിനകത്ത് നടക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അവരോട് പോരാടുമ്പോ അത് മാനുഷ്യമാണെങ്കിൽ നമുക്ക് അവരെ തകർക്കാം. പക്ഷെ അത് ദൈവികമാണെങ്കിൽ നമ്മൾ ദൈവത്തോട് പോരാടുന്നു എന്ന് വരും. മനസ്സിലായോ? അതായത് ദൈവത്തോട് നമ്മൾ എന്ത് ചെയ്യുന്നു? പോരാടുന്നു. അതിൽ നമുക്ക് ജയിക്കാൻ സാധിക്കില്ല. ദൈവത്തെ നമുക്ക് കീഴടക്കാൻ സാധിക്കത്തില്ല. അപ്പൊ അതാണ് ഇതിനകത്ത് ഗമാലിയൽ നൽകുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ദൈവശാസ്ത്രം പോലെ ഒരു കാര്യം. നമുക്ക് ദൈവത്തെ ഒരിക്കലും കീഴടക്കി പരാജയപ്പെടുത്താൻ സാധിക്കത്തില്ല. കാരണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ദൈവം അല്ലാതായി തീരും. അതുകൊണ്ട് മാനുഷ്യം എന്ന് വരികിൽ നമുക്ക് ഇതിനെ തകർക്കാം. അവര് തന്നെത്താനെ ചിഹ്നം ചിതറിക്കോളൂ, നമ്മൾ തകർക്കാനൊന്നും നിൽക്കണ്ട. പക്ഷെ ഇത് ദൈവികമാണെങ്കിൽ നമ്മൾ ദൈവത്തോട് പോരാടുന്നു എന്ന് വരും. അതുകൊണ്ട് എന്ത് ചെയ്തു? ദൈവികമെങ്കിലോ നിങ്ങൾക്കത് നശിപ്പിക്കുവാൻ കഴിയുകയില്ല. നിങ്ങൾ ദൈവത്തോട് പോരാടുന്നു എന്ന് വരരുതല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്തു? പരീശന്മാരെല്ലാം ഗമാലിയലിനെ അനുസരിച്ചു. അവർ അവനെ അനുസരിച്ചു. അപ്പോസ്തലന്മാരെ ഉപദ്രവിച്ച ശേഷം വിട്ടയച്ചു. അവരെ ചാട്ടവാർ കൊണ്ട് അടിപ്പിച്ചിട്ട് വിട്ടയച്ചു. അപ്പൊ നമ്മൾ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ, പൗലോസിന്റെ ജീവിതത്തിൽ ഇത് തന്നെയല്ലേ സംഭവിച്ചത്? ആ ഉപദ്രവിക്കാനുള്ള ആ ഒരു ലെറ്ററുമായിട്ട് പൗലോസ്
ചെല്ലുമ്പോഴാണ് എന്ത് ചെയ്തത്? യേശു വന്ന് പൗലോസിന് മുമ്പിൽ വെളിപ്പെടുന്നത്. എന്നിട്ട് പൗലോസിനോട് യേശു പറഞ്ഞ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, മുള്ളിന് നേരെ ഉதைക്കുന്നത് നിനക്ക് പ്രയാസമാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുള്ളിന് നേരെ, അതായത് നീ സ്ട്രൈക്ക് ചെയ്യുന്നത് മുള്ളിന് നേരെയാണ്. കാരണം അതിന്റെ അതിന്റെ മുള്ള് നിന്നിലേക്ക് തന്നെ ഇരിക്കുന്നു. നീ എന്തോരം അതിനെ ഫൈറ്റ് ചെയ്യുന്നോ നീ തന്നെയാണ് മുറിവേക്കുന്നത്. അപ്പൊ അതിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ക്രിസ്തു മാർഗത്തെ, സത്യമായി ദൈവത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ തകർക്കാൻ ഒരു ശക്തിക്കും സാധിക്കത്തില്ല. തകർക്കാനായിട്ട് ഈ ലോകത്തിൽ ഒന്നിനും കഴിയത്തില്ല. കാരണം അവര് തന്നെ മുറിവേൽക്കും. അതാണ് ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്ന ഒരു തിയോളജി. അതായത് ദൈവത്തിന് വേണ്ടി സത്യത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ ആർക്കും ഉപദ്രവിക്കാൻ സാധിക്കില്ല. അങ്ങനെ ആരെങ്കിലും നശിപ്പിക്കാൻ ശ്രമിച്ചാൽ അയാൾ തന്നെ മുറിവേക്കും. അതാണ് യേശു ഇവിടെ പറയുന്നത്, പൗലോസിനോട് പറഞ്ഞത്. പൗലോസ് ചോദിക്കുന്നുണ്ട്, നീ ആരാകുന്നു കർത്താവേ? അപ്പോൾ യേശു പറഞ്ഞു, നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു ഞാൻ. മുള്ളിന് നേരെ നീ ഉதைക്കരുത്. അപ്പൊ അത് തന്നെയാണ് ഗമാലിയേൽ നൽകുന്ന പാഠം. അതായത് ദൈവത്തോട് നമ്മൾ പോരാടിയാൽ ഒരിക്കലും നമ്മൾ ജയിക്കില്ല. ദൈവികമായി സ്ഥാപിതമായ ഒരു സഭയോടോ ഒരു വ്യക്തിയോടോ ദൈവത്തിൻ്റെ ദാസനോടോ പോരാടിയാൽ നമുക്ക് ജയിക്കാൻ സാധിക്കില്ല. കാരണം അത് ദൈവത്തിന് എതിരെ പോരാടുന്ന പോലെ, ദൈവത്തിനെതിരെ പോരാടിയാൽ നമുക്ക് ജയിക്കാൻ സാധിക്കില്ല. ജയം ദൈവത്തിന് മാത്രമുള്ളതായിരിക്കും. അപ്പൊ അതുകൊണ്ട് വിശ്വാസികളായ നിങ്ങൾ ദൈവത്തിന് വേണ്ടി സത്യത്തിലും ആത്മാവിലും ദൈവത്തിന് വേണ്ടി നിലനിൽക്കുന്നവരാണെങ്കിൽ, പുതുതായി ജനിച്ച് ജഡത്തെ മരിപ്പിച്ച് ആത്മാവിൽ ജീവിക്കുന്ന വ്യക്തികളാണെങ്കിൽ, നിങ്ങൾക്ക് എന്തൊക്കെ പ്രശ്നം നേരിട്ടാലും നിങ്ങൾ അതിൽ നിന്ന് വെളിവരും. കാരണം നിങ്ങളെ പോരാടുന്നത് ദൈവത്തിനോട് പോരാടുന്ന പോലെ. അവൻ നിന്നെ കണ്ണിന്റെ കൃഷ്ണമണി പോലെ കാക്കുമെന്ന് ദൈവത്തിന്റെ വചനം. ഞാൻ നിന്നെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു എന്ന് വേറൊരു ഭാഗത്ത് പറയാം. അപ്പൊ അങ്ങനെ പറഞ്ഞിരിക്കുന്നുണ്ട്, ദൈവത്തെ പോരാടി ഒരുത്തനും ജയിക്കത്തില്ല. അങ്ങനെ ജയിക്കാൻ മനുഷ്യനെ സാധിക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ആരെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. നമ്മളെ ആർക്കും തകർക്കാനും സാധിക്കത്തില്ല. ധൈര്യമായിട്ടിരിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.